പ്രിയരെ നമസ്കാരം. ഞാൻ ജയകുമാരതിരപ്പള്ളിയാണ്. നമ്മുടെ ജയ പാചകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്നത് അമ്മൂമ്മ സാമ്പാറാണ്, അതായത് നാടൻ സാമ്പാർ. അതെങ്ങനെ വയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിന് ഉലുവ അല്പം കായം എടുത്തത് മൊരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് മൊരിച്ചെടുക്കുന്ന നന്നായിട്ട് മൊരിച്ച് എടുത്ത് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അരമുറി അല്ലെങ്കിൽ കാമുറി തേങ്ങ, ആവശ്യത്തിന് തേങ്ങ എടുക്കുക. ആ തേങ്ങയിൽ കുറച്ച് വേപ്പിലയും ഒക്കെ എടുത്ത് അതെടുക്കുക. അത് നമ്മൾ നേരെ അതിന് എടുത്തതിന് ശേഷം അതിൽ ചട്ടിയിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്നു. അത് ശ്രദ്ധിക്കുക, തേങ്ങ വറക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട നമ്മൾ കാര്യം, അത് നനുത്ത തീയിൽ നമ്മൾ ഈ നടക്കണം. അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്ന ഉലുവ അതിലെടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്, അല്പം വെളുത്തുള്ളി എടുത്തിട്ട് വേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് നമ്മളത് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറുകളൊക്കെ എത്തുമ്പോൾ നന്നായിട്ട് വരും. നനുത്ത തീയിൽ വേവിച്ചാലാണ് നമുക്ക് ടേസ്റ്റ് കൂടുക. അപ്പോൾ നമ്മളത് നനുത്ത തീയിൽ വറുത്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുളക് ഒരു 1.5 ടീസ്പൂൺ മുളക് നമുക്കിടാം. അതിനുശേഷം ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇടാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇടാൻ കേട്ടോ. അപ്പോൾ അതിട്ട് ഒന്നുകൂടി നമ്മൾ വഴറ്റിയെടുക്കുന്നു. നന്നായിട്ട് കരിയാതെ നല്ല മണം വരുന്ന, മൂക്കിലേക്ക് നല്ല മണം അടിച്ചു കയറുന്ന രീതിയിൽ അതെടുക്കുന്നു. എടുത്ത് നന്നായിട്ട് വറുത്ത് കൊണ്ടാണ് നല്ല രീതിയിൽ പാകമായി വരുന്നുണ്ട്. അപ്പോൾ ഈ വളരെ സാവകാശം ചെയ്താൽ മതി. അതൊക്കെ ഇത് സാവകാശം എടുത്ത് ചെയ്യുന്ന സാമ്പാറാണ് കേട്ടോ. സമയവും സ്വസ്ഥതയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സാമ്പാറാണ്. അത് നന്നായി അത് വറുത്ത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂക്കിലേക്ക് നല്ലൊരു സുഗന്ധം പരക്കും. അപ്പോൾ നമ്മളതിൻ്റെ പാകമായി എന്നാണ് അർത്ഥം. നമുക്ക് ഈ തേങ്ങ വറക്കുമ്പോഴൊക്കെ അറിയാമല്ലോ, തേങ്ങ വറുത്ത് മുളക് പൊടി ഇടുന്നതിന് മുമ്പ് പുളിയുറുപ്പ് നിറമാകുമ്പോഴാണ് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇടുന്നത്. ഇത് നോക്കി കണ്ട ആ മണം, കണ്ട കയ്യിൻ്റെ ആ മണം നമുക്ക് മൂക്കിലേക്ക് നന്നായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ അതവിടെ നമ്മളതിലിട്ട എല്ലാ കഷ്ണങ്ങളും വേവുന്ന കഷ്ണങ്ങൾ, കൂടുതൽ വേവുള്ള കഷ്ണങ്ങൾ നമ്മൾ ആദ്യം ഇടുന്നു അല്ലേ. അതിന് ശേഷമാണ് ഈ വെണ്ടക്കായ അതുപോലെ തന്നെ തക്കാളി സാധനങ്ങളൊക്കെ നമ്മൾ പിന്നീടാണ് രണ്ടാമത് ഇടുന്നത്. മുരിങ്ങക്കായും മറ്റു കാര്യങ്ങളൊക്കെ ആദ്യം ഇടുന്നു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് നമ്മൾ അരിഞ്ഞ് വെക്കണം. ആ അരിഞ്ഞ് വെച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ പാകമായി വരുമ്പോൾ ഈ നമ്മളിതിലെല്ലാം കൂടി ഈ അരപ്പൊക്കെ ചേർത്ത് സാമ്പാർ തിളച്ച പാകമായി വരുമ്പോൾ നമ്മളതിലേക്ക് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിടുന്നു. അപ്പോൾ നമ്മുടെ സാമ്പാർ, അപ്പം മല്ലിച്ചപ്പ് അതിന് ശേഷം ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കി. അപ്പോൾ എല്ലാവരും അമ്മൂമ്മ സാമ്പാർ, നാടൻ സാമ്പാർ വയ്ക്കണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.